ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമുക്ക് ചിക്കൻ കറിയാണ് ഇങ്ങനെ ഉണ്ടാക്കുക നോക്കിയാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണെന്ന്. ആദ്യം ഒരു കടായി എടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കുക. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് വെല്ലുള്ളി, ഞാൻ ഏകദേശം ഒരു 3 വെല്ലുള്ളി എടുത്തേക്ക്, വെല്ലുള്ളിയും തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ വേഗം വഴറ്റി കിട്ടും. അപ്പോൾ നല്ലോണം ഒന്ന് വഴണ്ടി വരും. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ ആയിട്ട് വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ അതിലേക്ക് കറിവേപ്പില, ഇത് ഫ്രഷ് കറിവേപ്പിലയാണ്. അപ്പം അതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ വലിയ ജീരകം ഇട്ട്, പിന്നെ അതിലേക്ക് ചിക്കൻ മസാല, മുളക് പൊടി, അടുത്തതായിട്ടിട്ടത് മുളക് പൊടിയാണ്. അപ്പം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തേക്ക്, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത്, ചിക്കൻ നല്ല രീതിയിൽ കഴുകി വാഷ് ചെയ്ത് വെച്ച് ചിക്കനാണ് അത് നല്ലോണം ഒന്ന് അതിലേക്ക് എടുത്ത് ചിക്കനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തെടുക്കുക. വെള്ളം ആഡ് ചെയ്തെങ്കിൽ ചിലപ്പോൾ ചട്ടിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഉള്ളിയൊക്കെ മസാലക്കൂട്ടൊക്കെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് മസാലയൊക്കെ എല്ലായിടത്തും എത്തിയതിന് ശേഷം മാത്രം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കുക. ഇത് ഏകദേശം ഒരു 20 മിനിറ്റോളം ഒന്ന് തിളച്ച് വന്നാലേ ചിക്കനൊക്കെ ഒന്ന് വെൽ കുക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നല്ലോണം തിളച്ച് വെളിച്ചെണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമുക്ക് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം അത്